മഹാത്മാഗാന്ധി സർവകലാശാലയിലെ എം.എസ്.സി എൻവയോൺമെന്റ് സയൻസ് വിദ്യാർത്ഥികളായ അഞ്ജലിയും സ്മിനിമോളുമാണ് 925 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പെരിയാർ കടുവാ സങ്കേതത്തിലെ സെൻസസിൽ പങ്കെടുത്ത രണ്ട് പെൺകുട്ടികൾ. പാലക്കാട് സ്വദേശിയായ അഞ്ജലിയും വൈക്കം സ്വദേശിയായ സ്മിനിമോളും സഹപാഠിയായ അഖിലിനൊപ്പമാണ് സെൻസസിനെത്തിയത്. പരിസ്ഥിതി ശാസ്ത്രത്തിൽ തൽപരരായ ഇവരുടെ 3 സഹപാഠികൾ കൂടി സെൻസസിന്റെ പരിശീലന ക്ലാസുകളിൽ എത്തിയിരുന്നു. എന്നാൽ വനത്തിനുള്ളിലൂടെയുള്ള ദുർഘടമായ യാത്ര ഭയന്നായിരിക്കാം മറ്റു 3 പേർ പിന്മാറി. എങ്കിലും അഞ്ജലിയും സ്മിനിയും 3 ദിവസത്തെ സെൻസസിൽ പങ്കെടുക്കാൻ തന്നെ ദൃഢനിശ്ചയമെടുത്തു. പെരിയാർ കടുവാ സങ്കേതത്തിൽ സെൻസസിന് നിയോഗിച്ച 50 സംഘങ്ങളിലെ 300ഓളം പേരിൽ ഇവർ മാത്രമായിരുന്നു വനിതകൾ. അതിനാൽ തന്നെ തേക്കടിക്കടുത്തുള്ള ബ്ലോക്കിലാണ് ഇവരെ വനം വകുപ്പ് ഉൾപ്പെടുത്തിയത്. ദുർഘടമായ വനത്തിലൂടെ മലകളും ചതുപ്പും മറ്റും താണ്ടിയുള്ള യാത്ര ഏറെ ആസ്വദിക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇവർ പറയുന്നത്. ആകെയുള്ള ഭയം തോട്ടപ്പുഴുവിന്റെ ആക്രമണം മാത്രമായിരുന്നത്രേ. 2ാം ദിവസമായതോടെ ഇതും പ്രശ്നമല്ലാതായി മാറി. ബുദ്ധിമുട്ടുകൾ അട്ടയായിരുന്നു. ഒന്നാമത്തെ ഷൂസ് ഇടാത്തതിൻ്റെ സ്ലിപ്പർ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു. പക്ഷേ ചെരുപ്പ് അഴിച്ച് നടന്നു നോക്കിയപ്പോൾ ഭയങ്കര രസമായിരുന്നു. കാടിൻ്റെ കുറേ കുളിർമയൊക്കെ അനുഭവിക്കാൻ പറ്റിയപ്പോൾ പിന്നെ ചെരുപ്പ് അഴിച്ച് നടന്നു. സെൻസസ് സംഘത്തിലെ പുരുഷന്മാർക്കൊപ്പം യാതൊരു മടിയുമില്ലാതെയാണ് ഇവരും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. അടുത്ത തവണയും സെൻസസിൽ പങ്കെടുക്കണമെന്നുള്ള തീരുമാനമെടുത്താണ് ഇരുവരും മടങ്ങിയത്. പെരിയാർ കടുവാ സങ്കേതത്തിൽ നിന്നും ക്യാമറമാൻ ജോബിൻ ജോസഫിനൊപ്പം കെ.വി. സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.